സ്വീകരിക്കും. പരാതിയിന്മേലുള്ള അപ്ഡേറ്റുകൾ പോർട്ടലിൽ അറിയാവുന്നതാണ്. പരാതി നൽകുന്ന ആളിനെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. ലോക്പാൽ ഭരണനിർവഹണത്തിൽ അഴിമതി നടത്തിയതോ നടത്തുന്നതോ ആയ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതിയിന്മേൽ അന്വേഷണം നടത്തി നടപടിയെടുത്ത് സുതാര്യതയും നീതി നിർവഹണവും ഉറപ്പുവരുത്തുന്നു. ലോക്പാലിന്റെ നമസ്കാരം. പ്രധാന വാർത്തകൾ. AI ആക്ഷൻ ഉച്ചകോടി 2025 നാളെ തുടക്കമാകും. ദ്വിദിന നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്ത അധ്യക്ഷം വഹിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നാളെ പാരീസിലേക്ക് പുറപ്പെടും. ആഗോള AI നയങ്ങൾ രൂപപ്പെടുത്തുക, നവീകരണം, ധാർമ്മിക ഉത്തരവാദിത്വം ഉറപ്പാക്കുക എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. പാരീസിലെ ഗ്രാൻഡ് പലായ്സിൽ AI ആഗോള സംഭാഷണത്തിലുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. 100ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഗവേഷകർ, സംരംഭകർ എന്നിവരും പൊതുസമൂഹ പ്രതിനിധികളും ചേർന്ന് ഭരണനിർവഹണം, സമ്പദ്വ്യവസ്ഥ, മൌലികാവകാശങ്ങൾ എന്നിവയിൽ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. യുകെയിലും ദക്ഷിണ കൊറിയയിലും നടന്ന മുൻ AI ഉച്ചകോടികളെ അടിസ്ഥാനമാക്കി ആഗോള AI മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാനും ഉത്തരവാദിത്ത AI വികസനം പ്രോത്സാഹിപ്പിക്കാനും ശ്രമമുണ്ടാകും. ഫ്രാൻസിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം യുഎസിലേക്ക് തിരിക്കും. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 31 നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു. ഇന്ദ്രാവതി നാഷണൽ പാർക്കിന് സമീപമുള്ള വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. ബസ്തർ IG P. സുന്ദർരാജ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. പ്രദേശത്തു നിന്നും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു. ഇന്ന് രാവിലെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഏറ്റുമുട്ടലിൽ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിൽ നിന്നുള്ള ഒരാളും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൽ നിന്നുള്ള ഒരാളും ഉൾപ്പെടെ 2 ജവാന്മാർ വീരമൃത്യു വരിച്ചു. വെടിവയ്പിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തതായി അധികൃതർ അറിയിച്ചു. കൊല്ലപ്പെട്ട നക്സലുകളെ തിരിച്ചറിയാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തെ തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അതിഷി മർലീന രാജിവെച്ചു. ലഫ്റ്റനന്റ് ഗവർണർ വിനയ്കുമാർ സക്സേനയെ നേരിൽ കണ്ട് രാജിക്കത്ത് സമർപ്പിച്ചു. ഡൽഹിയുടെ 7ാം നിയമസഭ ലഫ്റ്റനന്റ് ഗവർണർ നേരത്തെ പിരിച്ചുവിട്ടിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാം പരാജയപ്പെട്ടപ്പോഴും 3521 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അതിഷി വിജയിക്കുകയായിരുന്നു. ഇനി കുംഭമേള വിശേഷങ്ങൾ നോക്കാം. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഇന്ന് ഉച്ചവരെ 80 ലക്ഷത്തിലധികം ഭക്തർ പുണ്യസ്നാനം നടത്തിയതായി ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചു. 2025 മഹാകുംഭമേള ആരംഭിച്ച ഇതുവരെ 4,20,00,000-ലധികം ഭക്തർ പുണ്യസ്നാനം നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സാംസ്കാരിക സമ്മേളനമായ മഹാകുംഭമേള ജനുവരി 13-നാണ് ആരംഭിച്ചത്. ഈ മാസം 26-ന് മഹാശിവരാത്രി ദിവസം വരെയാണ് കുംഭമേള. കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് എന്നിവർ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തിരുന്നു. US മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെയും മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവന്റെയും സുരക്ഷാ അനുമതി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയതായി വൈറ്റ് ഹൌസ്. ട്രംപ് അധികാരത്തിലേറിയതിന് പിന്നാലെ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സുരക്ഷാ അനുമതി പിൻവലിക്കുകയും ദൈനംദിന ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിക്കുന്നത് റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം. ബൈഡന്റെ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ലിസ മൊണാക്കോയുടെ സുരക്ഷാ ക്ലിയറൻസുകളും ട്രംപ് അസാധുവാക്കിയിട്ടുണ്ട്. ട്രംപിനെതിരായ കേസുകൾക്ക് നേതൃത്വം നൽകിയ ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ്, മാൻഹട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ആൽവിൻ ബ്രാഗ് എന്നിവരുടെ സുരക്ഷാ അനുമതിയും നീക്കം ചെയ്തവയിൽ ഉൾപ്പെടുന്നു. വെല്ലുവിളികളെ മറികടക്കാനുള്ള പ്രചോദനത്തിന്റെയും ശക്തിയുടെയും ഉറവിടമായി പുസ്തകങ്ങളെ സ്വീകരിക്കാൻ യുവാക്കളോട് അഭ്യർത്ഥിച്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹി ലോക പുസ്തകമേള 2025-ൽ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയായിരുന്നു ലോക്സഭാ സ്പീക്കർ. ശക്തിക്കും പ്രചോദനത്തിനും വേണ്ടി പുസ്തകങ്ങളിലേക്ക് തിരിയാൻ ഓം ബിർള ജനങ്ങളെ ആഹ്വാനം ചെയ്തു. വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയിൽ പുസ്തകങ്ങളാണ് യഥാർത്ഥ വഴികാട്ടികൾ. ഭാവി തലമുറകൾക്കായി ആശയങ്ങളും പൈതൃകങ്ങളും സംരക്ഷിക്കുന്ന അറിവിന്റെ അനശ്വര രേഖകളാണ് പുസ്തകങ്ങളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 52ാമത് ലോക പുസ്തകമേള ഇന്ന് സമാപിക്കും. 9 ദിവസത്തെ മേള രാഷ്ട്രപതി ദ്രൌപദി മുർമുവാണ് ഉദ്ഘാടനം ചെയ്തത്. 50-ലധികം രാജ്യങ്ങളും 2000-ലധികം പ്രസാധകരും 1000 പ്രഭാഷകരും പരിപാടിയിൽ പങ്കെടുത്തു. ചർച്ചകൾ, പുസ്തക പ്രകാശനങ്ങൾ, സാഹിത്യ സംവാദങ്ങൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും മേളയ്ക്ക് കൊഴുപ്പേകി.
അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ഇന്ത്യൻ പൌരന്മാരെ സ്വരാജ്യത്തേക്ക് തിരിച്ചയച്ച രീതി ആശങ്കാവഹമാണെന്ന് യുഎസ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറം പ്രസിഡന്റും സിഇഒയുമായ മുകേഷ് അഖി. ഇന്ത്യക്കാരെ ചങ്ങലയിൽ ബന്ധിച്ചത് ശരിയായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം യുഎസ് അധികൃതർ നിയമപരമായ നടപടികൾ പാലിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. भारत में सालाना हजारों लोग हाथी पांव नाम की बीमारी की चपेट में आकर जीवन भर के लिए अपाहिज हो जाते हैं। मलेरिया की तरह ही हाथी पांव एक मच्छर के काटने से फैलता है और ये याद रखिए कि हाथी पांव का कोई इलाज नहीं है। गांव, शहर, अमीर, गरीब, हर जात और धर्म की रेखा पार कर किसी को भी अपनी जकड़ में ले सकता है हाथी पांव। पर डरे नहीं, इसका बचाव आसान है। साल में सिर्फ एक बार सार द्वारा दी हुई मुफ्त दवाएं खाएं और इस बीमारी से अपने आप को और अपने परिवार को बचाएं। 10 फरवरी से हाथी पांव से बचाव की दवा अवश्य खाएं। अपने आप को और अपने परिवार को इस दर्दनाक बीमारी से बचाएं। भारत सरकार द्वारा जनहित में जारी. 130ാമത് മാരാമൺ കൺവെൻഷന് പമ്പ നദിക്കരയിൽ തുടക്കമായി. മലങ്കര മാർത്തോമ സുറിയാനി സഭ സുവിശേഷ പ്രസംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടി മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 16 വരെയാണ് കൺവെൻഷൻ. അതേസമയം 7 ദിനങ്ങളായി പമ്പ മണപ്പുറത്തെ വിദ്യാധിരാജ നഗറിൽ നടന്നുവരുന്ന 113ാമത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് സമാപനമാകും. സമാപനം സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ദക്ഷിണ ഭാഗീരഥിയായ പമ്പയിൽ വൈകിട്ട് 6:30 കുംഭമേളയും പമ്പ ആരതിയും നടക്കും. പകുതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത സീഡ് സൊസൈറ്റിയുടെ പേരിൽ കോടികൾ തട്ടിയ കേസ് ഇഡി അന്വേഷിക്കണമെന്ന് ബിജെപി. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ പറഞ്ഞു. കേസിൽ കോൺഗ്രസിനും സിപിഎമ്മിനും തുല്യ പങ്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പ് നാളെ ഡൽഹിയിൽ നടക്കും. जाकर के आप परिवार में करवाओगे तो क्या कहेंगे, पागल होकर क्या है? We are very excited for परीक्षा पे चर्चा. പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുണ്ടാകുന്ന സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള ഉദ്യമത്തിൽ പങ്കാളികളാകാൻ ദീപിക പദുക്കോൺ, മേരികോം അടക്കമുള്ള പ്രമുഖർ ഇത്തവണയുണ്ടാകും. 2024 പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുത്ത കോഴിക്കോട് സ്വദേശിനി യുക്ത ദൂരദർശൻ വാർത്തകളോട് അനുഭവങ്ങൾ പങ്കുവച്ചു. ഞാൻ യുക്തയ്ക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BA ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സിൽ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. സ്കൂൾ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കവും അതേപോലെ പരീക്ഷാ പേടിയിൽ നിന്നും അകന്നു നിൽക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടത്തിയ പരീക്ഷാ പേ ചർച്ച 2020 പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നടത്തിയ മൈ ഗവിന്റെ സഹകരണത്തോടുകൂടി നടത്തുന്ന ഈ പരിപാടിയിൽ 9 മുതൽ 12 വരെ ക്ലാസുകളിൽ ഉപന്യാസ വിജയികളായ കേരളത്തിൽ നിന്നും 25 പേരിൽ തിരഞ്ഞെടുത്തതിൽ ഒരാളാകാൻ എനിക്ക് സാധിച്ചിരുന്നു. ഈ പരിപാടിയിൽ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അവയിൽ ഏറ്റവും ആകർഷിതമായി തോന്നിയത് പരീക്ഷയെ നമ്മൾ എങ്ങനെ കാണണം എന്ന് പറഞ്ഞതിലൂടെയായിരുന്നു. കായിക വാർത്തകൾ. ഇന്ത്യക്കെതിരായ 2ാം ഏകദിനത്തിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട നിലയിൽ. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വരും കിട്ടുമ്പോൾ ഇംഗ്ലണ്ട് 31 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസ് എടുത്തിട്ടുണ്ട്. കട്ടക് ബരാമതി സ്റ്റേഡിയത്തിലാണ് മത്സരം. 1ാം ഏകദിനം 4 വിക്കറ്റിന് ജയിച്ച ഇന്ത്യ 3 മത്സര പരമ്പരയിൽ മുന്നിലാണ്. വിരാട് കോഹ്ലി ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. കുൽദീപ് യാദവിന് പകരം വരുൺ ചക്രവർത്തിയും ടീമിലുണ്ട്. ഇംഗ്ലണ്ടിന്റെ ടീമിലും 3 മാറ്റങ്ങളുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു ജംഷഡ്പൂരുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ബംഗളൂരുവിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞ് ദൂരദർശൻ വാർത്തകൾ കേരള DD ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ 5 മണിക്ക്. നമസ്കാരം.